ഇന്നത്തെ വീഡിയോ വന്നിട്ട് PSC ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി പൊളോണിയം, ഓപ്ഷൻ സി ഫ്ലൂറിൻ, ഓപ്ഷൻ ഡി ഫ്രാൻസിയം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്ലൂറിൻ ആണ്, ഓപ്ഷൻ സി ആണ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള വാതക മൂലകമാണ് ഫ്ലൂറിൻ. മങ്ങിയ മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഒരു വിഷവാതകമാണിത്. മറ്റു ഹാലജനുകളെ പോലെ തന്മാത്രാ രൂപത്തിൽ ഫ്ലൂറിൻ വളരെ അപകടകാരിയാണ്. ഫ്ലൂറിൻ ത്വക്കുമായി സമ്പർക്കത്തിലുണ്ടായാൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓപ്ഷൻ സി കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇതിൽ ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് റൈറ്റ് ആൻസർ. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. പാചകത്തിലും ബേക്കിങ്ങിലും ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ തരം പഞ്ചസാര സൂക്രോസ് ആണ്. സീറ്റോൾ H22O11 ആണ് സൂക്രോസിൻ്റെ രാസസൂത്രവാക്യം. ഗ്ലൂക്കോസും ഫ്രക്ടോസും തന്മാത്രകളും ഒരു കെമിക്കൽ ബോണ്ടിൽ ചേർന്ന ഒരുതരം കാർബോഹൈഡ്രേറ്റ് ആണ് സൂക്രോസ്. സൂക്രോസ് സാധാരണയായി കരിമ്പ്, പഞ്ചസാര, ബീട്രൂട്ട്, മറ്റു സസ്യങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്നിവ മറ്റു തരത്തിലുള്ള പഞ്ചസാരകളിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങൾക്കു പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ ആഫ്ബ, ഓപ്ഷൻ ബി ബെസീലിയസ്, ഓപ്ഷൻ സി ലൂയിസ്, ഓപ്ഷൻ ഡി ലോതർ മേയർ. ഓപ്ഷൻ ബി ബെസീലിയസ് ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ആധുനിക രസതന്ത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായി ബെസീലിയസിനെ കണക്കാക്കുന്നു. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയയാണ്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് അഥവാ ഡോട്ട്സ് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് ലൂയിസ്. മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെലൂറിയൻ ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കോർട്ടോയിസ്. പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന സ്ഥാപനമാണ് IUPAC അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ റൂദർഫോർഡ്, ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ, ഓപ്ഷൻ സി നീൽസ് ബോർ, ഓപ്ഷൻ ഡി മാക്സ് പ്ലങ്ക്. ഓപ്ഷൻ എ റൂദർഫോർഡ് ആണ് കറക്റ്റ് ആൻസർ. കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ആറ്റം ഘടന ആവിഷ്കരിച്ചത് നീൽസ് ബോർ മാതൃകയിലൂടെയാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇർവിൻ ഷോഡിംഗ് ആണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആവിഷ്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സംയോജികത എന്നാൽ എന്താണ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഒരു ആറ്റത്തിന്റെ ആകെ ഇലക്ട്രോണിന്റെ എണ്ണം. രണ്ടാമത്തേത് രാസപ്രവർത്തനങ്ങളിൽ ആറ്റം ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ സി ഒരു ഇലക്ട്രോണിലെ ആകെ ന്യൂട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണുകളുടെയും ആകെ എണ്ണം. ഇതിൽ ഓപ്ഷൻ ബി രാസപ്രവർത്തനങ്ങളിൽ ആറ്റം ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അതാണ് കറക്റ്റ് ആൻസർ. അതാണ് സംയോജികത എന്നത്. കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ഓരോ ആറ്റവും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവരുടെ ബാഹ്യതമാശയിലെ ഇലക്ട്രോണുകളെ ഉപയോഗിച്ചിട്ടാണ്. മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് സ്ഥിരത കൈവരിക്കുന്നു. അവ സംയോജിക്കുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് അതിൻ്റെ സംയോജികത. ബാഹ്യതമാശയിലെ ഇലക്ട്രോണിന്റെ എണ്ണം അനുസരിച്ച് മൂലകങ്ങളുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. ബാഹ്യതമാശയിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായ മൂലകങ്ങളാണ് സമാന സ്വഭാവം കാണിക്കുന്നത്. അത്തരം മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഹിഗ്സ് ബോസോൺ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന ദേവഗണം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന 2012 LHCയിൽ നടന്ന കണികാ പരീക്ഷണത്തിന്റെ ഭാഗമായി സ്ഥിരീകരണം. ഓപ്ഷൻസ് 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2 ശരി, ഓപ്ഷൻ ഡി 2 തെറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 ശരിയാണ്. ഇനി അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ദ്രാവകങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ക്വാർക്ക്. ക്വാർക്ക് മോഡൽ അവതരിപ്പിച്ചത് മുറേ ജെൽമാനും ജോർജ് സ്വിങ്. ക്വാർക്ക് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് മുറേ ജെൽമാൻ ആണ്. ദ്രവ്യങ്ങൾക്ക് പിണ്ഡം ലഭ്യമാകാൻ കാരണമാകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദേവഗണം എന്ന പദം ഉപയോഗിച്ചത് ലിയോൺ ലെഡൻമാനാണ്.
ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ കാർബൺ 12, ഓപ്ഷൻ ബി റുബീഡിയം 87, ഓപ്ഷൻ സി യുറേനിയം 238, ഓപ്ഷൻ ഡി കൊബാൾട്ട് 60. ഇതിൽ ആൻസർ വന്നിട്ട് കൊബാൾട്ട് 60 ആണ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. കൊബാൾട്ട് 60 വൈദ്യസംബന്ധമായ ഗാമാരശ്മികൾ പുറപ്പെടുവിക്കുന്നു. അവയെ ക്യാൻസർ ചികിത്സയ്ക്ക് വൈദ്യോപകരണങ്ങളിലെ അണുനശീകരണത്തിനും ഉപയോഗിക്കുന്നു. തൈറോയ്ഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയഡിൻ 131.